നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. മലമ്പുഴയാണ് പ്രധാന വിഷയം. മലമ്പുഴ നമുക്കറിയാം, ചുമന്നിരിക്കുന്ന ഒരു മണ്ണാണ് മലമ്പുഴയുടേത്. കാലം ഇത്ര കഴിഞ്ഞിട്ടും അവിടെ യാതൊരു മാറ്റവുമില്ലാതെ ഇടതുപക്ഷ നേതാക്കന്മാർ 1, 1, 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. എ പ്രഭാകരനാണ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ MLA. 25,734 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, അതായത് ഏകദേശം 46.41% വോട്ടിൻ്റെ വോട്ട് വിഹിതത്തോടു കൂടിയാണ് എ പ്രഭാകരൻ എന്ന് പറയുന്ന നേതാവ് അവിടെ MLA ആയി മലമ്പുഴ മണ്ഡലത്തിൽ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2011 മുതൽ തന്നെ ഇവിടെ 2001 മുതൽ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും ശക്തനായ നേതാവ് എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമായ ഒരു മണ്ഡലം തന്നെയായിരുന്നു മലമ്പുഴ മണ്ഡലം. ഇടയ്ക്ക് സതീഷ് അമ്പാച്ചേനിയൊക്കെ വന്നു എന്ന് ചെറുതായിട്ട് പേടിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിൽ തന്നെയും വീണ്ടും ഇദ്ദേഹം തന്നെ VS തന്നെയായിരുന്നു അവിടെ ശക്തമായ ഒരു സാന്നിധ്യമായി മാറിയിരുന്നത്. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യമൊക്കെ വന്നു. അദ്ദേഹം പിന്നീട് അങ്ങോട്ട് മാറുന്ന ഒരു സാഹചര്യത്തിൽ 2016 വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ എ പ്രഭാകരൻ എന്ന് പറയുന്ന ജനകീയനായ ഒരു നേതാവ്, ആ നാട്ടിലുള്ളവരെല്ലാം പ്രഭാകരേട്ട എന്ന് വിളിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ജനങ്ങളുമായി നല്ല അടുപ്പമുണ്ട്. ആ നാട്ടിലെ ഓരോരുത്തർക്കും രാഷ്ട്രീയ ഭേദമന്യേ എന്തൊരു കാര്യവും ചെന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് പ്രഭാകരൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം ഇത്തവണ ഒരു മാറ്റമുണ്ടായത് അവിടെ C കൃഷ്ണകുമാർ 2ാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതാണ്. അതായത് UDFനെ പിന്തള്ളിക്കൊണ്ട് അവിടെ 30.68% വോട്ട് വിഹിതത്തോടു കൂടി C കൃഷ്ണകുമാർ 2ാം സ്ഥാനത്തേക്ക് എത്തി. അവിടെ ഇപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥി 21.66% വോട്ട് വിഹിതം മാത്രം നേടിക്കൊണ്ട് 3ാം സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ് ഇപ്പം നിലവിലുള്ള ഈ പറയുന്ന മലമ്പുഴ മണ്ഡലത്തിൻ്റെ ഒരു അവസ്ഥ. എന്നാൽ പുതുതായി അവിടെ മണ്ഡലം അവിടെ ഒരു അട്ടിമറിയായിരിക്കും നടക്കാൻ പോകുന്നത്. കാര്യം തുടക്കം മുതൽ തന്നെ ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന, CPM വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുക എന്നുള്ളതല്ല, ആ മണ്ഡലത്തിലൊരു അട്ടിമറി നടത്തി CPMൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് UDF ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ അതിന് അനുഗുണമായ ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്തു. നമുക്കറിയാം, അവിടെ എ സുരേഷ് എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. എ സുരേഷിനെ ഇപ്പോൾ കടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ UDFകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ യാത്ര അവിടെ മലമ്പുഴയിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനൊക്കെ തയ്യാറായി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2013 മെയ് മാസത്തിലാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. എനിക്കൊന്ന് മെയ് മാസം 12ഓ 13ഓ അങ്ങനെ എന്തോ ഡേറ്റുകളിലാണ് ഈ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് ഇദ്ദേഹത്തെ പുറത്താക്കുന്നു. എന്തുകൊണ്ടാണ്? പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്നുള്ളതാണ്. പാർട്ടി അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും അവിടെ ഇദ്ദേഹത്തിനോടൊപ്പം 2 പേരോട് ഉണ്ടായിരുന്നു. ഒരു പ്രസ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്കാണ് ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് കനത്ത നടപടി നേരിടേണ്ടി വന്നത്. അന്ന് തൊട്ട് ഇന്നോളം പാർട്ടിയിൽ പല 100 തവണ അപ്പീലുകളുമായി അദ്ദേഹം പാർട്ടി മുന്നിലെത്തിയെങ്കിൽ പോലും പാർട്ടി അത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ സുരേഷ് എന്ന് പറയുന്ന ഈ നേതാവ്, അതായത് ഈ സുരേഷ് VS അച്യുതാനന്ദൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ആളാണ്. 24 മണിക്കൂറും VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കരുത്തനായ ആ നേതാവിനോടൊപ്പം നടന്ന് ആ നേതൃഗുണത്തിൻ്റെ ഏതെങ്കിലും ഒരു 7 അയലത്ത് അറ്റം പറ്റി നിൽക്കാൻ ഉള്ള യോഗ്യതയൊക്കെ ഉണ്ടായിരുന്നൊരു നേതാവൊക്കെ തന്നെയാണ്. ആ നേതൃഗുണത്തിനോടൊപ്പം അല്ല, ആ നേതാവിനോടൊപ്പം നിൽക്കാൻ പറ്റിയൊരു ഗുണം തന്നെയുണ്ട്. അതല്ലാതെ VSന് തുല്യം എന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിന് മോഹം തോന്നുന്നു. എന്നാൽ നമ്മൾ നോക്കേണ്ടത് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ നമ്മൾ കാണുമ്പോൾ ആ VS നേരിട്ട ഒരു ത്യാഗോജ്വലമായ സമരപൂർണമായ ഒരു ജീവിതമുണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും പാർട്ടിയുടെ ചില നിലപാടുകൾക്ക് അദ്ദേഹം എതിര് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണ്? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് കാട്ടിക്കൊടുക്കുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു VS അച്യുതാനന്ദൻ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും യാതൊരു സംശയത്തിനും ഇടയില്ല. ആ VS ഉണ്ടാക്കിയ ഒരു പ്രഭാവം തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തമായ രീതിയിൽ മുന്നോട്ട് നയിച്ചിട്ടുമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എ സുരേഷ് അവിടെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ VSൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുക. അതായത് ഞാൻ VSൻ്റെ അനുയായിയായിരുന്നുവെന്നും ആ VS അച്യുതാനന്ദനോടുള്ള എൻ്റെ കൂറ് കാരണമാണ് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്നും ഒക്കെയുള്ള ഒരു ന്യായം ഇവിടെ വിതറിക്കൊണ്ട് എനിക്ക് എൻ്റെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, അല്ലാതെ ജയിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു. VS എന്ന് പറയുന്ന
അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത പല അനുഭവങ്ങളും സ്വന്തം പാർട്ടിയിൽ നിന്ന് നേരിട്ടപ്പോൾ പോലും, അല്ലെങ്കിൽ ആശയപരമായി നേതൃത്വവുമായി ചെറിയ ഭിന്നത വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന സഖാവിനുണ്ടായിരുന്നപ്പോൾ കാലഘട്ടത്തിൽ പോലും ആ വി എസ് സഖാവ് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല മറ്റൊരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച്, മറ്റൊരു രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ഘട്ടത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് വി എസിനെ ആ മരണം വരെയും അല്ലെങ്കിൽ മരണശേഷവും അദ്ദേഹത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റാക്കി നിലനിർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അവിടെ ഇനിയിപ്പോൾ എ സുരേഷ് എന്ത് രാഷ്ട്രീയമാണ് പറയാൻ പോകുന്നത്? ഇടത് രാഷ്ട്രീയം സംസാരിക്കാൻ എ സുരേഷിന് നാണമുണ്ടോ? യു ഡി എഫിൻ്റെ പാളയത്തിൽ നിന്നുകൊണ്ട് യു ഡി എഫ് തരുന്ന അന്നവും കഴിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ അപ്പക്കഷ്ണവും യു ഡി എഫ് എറിഞ്ഞു തരുന്ന അപ്പക്കഷ്ണവും തിന്നുകൊണ്ട് അവിടെ നിന്ന് വി എസിനെ പുകഴ്ത്തി പറയാൻ നാണമുണ്ടോ സുരേഷേ എന്ന് ചോദിക്കേണ്ടി വരും. നാണമുണ്ടോ വി എസിനെ പുകഴ്ത്തി പറയാൻ? വി എസിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ വി എസിൻ്റെ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് പോലും നിങ്ങളോട് പൊറുക്കില്ല. നിങ്ങൾ കാണിച്ച ഈ കാലുവാരിത്തരത്തിന്. ഇവിടെ പറയും ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയാനാണ്. എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ പറയാൻ പോകുന്നത് അവിടെ എന്നിട്ട്? കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പറയാനുള്ള യോഗ്യത എ സുരേഷിനുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ജനങ്ങളുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്? ഇവിടെ നിങ്ങൾ സുരേഷ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വി എസുമായി ചേർന്ന് നിന്നെങ്കിൽ ഒരു പാർട്ടിയെ തിരുത്തലിന് വേണ്ടി പ്രേരിപ്പിക്കാം. ഓക്കെ, നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണ്. ഇപ്പം നമുക്കറിയാം, പിന്നെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ തിരുത്താൻ വേണ്ടി അണികൾക്ക് ആഹ്വാനം ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ ഇറക്കുന്ന കാലമാണല്ലോ. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണോ എന്നറിയില്ല, ഉടൻ തന്നെ ഇങ്ങനെ പാർട്ടി അണികൾ മൂലം പാർട്ടി നേതൃത്വം തിരുത്തപ്പെടണമെന്നുള്ള ആഗ്രഹം ഇയാളുടെ മനസ്സിൽ, അതായത് സുരേഷിൻ്റെ മനസ്സിലുണ്ടായത്. എന്നിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മലമ്പുഴയിൽ മത്സരിക്കാൻ പോകുന്നു. നാണമുണ്ടോ സത്യത്തിൽ? കാരണം എന്താണ്? വി എസ് വിജയിച്ച ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലം, ആ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലത്തിൽ വി എസിനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് മറ്റൊരു പാർട്ടിയുടെ നേതാവായി നിന്നിട്ടല്ല. സ്വന്തം പാർട്ടിയെ എന്തെങ്കിലും തിരുത്തലുകൾ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങൾ പാർട്ടിയെ വഞ്ചിച്ചതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തപ്പെടുകയാണ് വേണ്ടത്. പാർട്ടി പുറത്താക്കിയത് വെറുതെ പാർട്ടി പുറത്താക്കിയതല്ലല്ലോ. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ സ്വയം കണ്ടെത്തുക. ഞാൻ അങ്ങനെ ചില കാരണങ്ങൾ കൊണ്ടാണ് എന്നെ പാർട്ടി പുറത്താക്കിയത് എന്നുള്ള സ്വയം മനസ്സിലാക്കലുകളാണ് സുരേഷ് ഇവിടെ നടത്തേണ്ടിയിരുന്നത്. അല്ലാതെ പാർട്ടിയിൽ നിന്ന് പുറത്തായി, പാർട്ടി കുറേ തവണ അപ്പീലിന് പോയി, എന്നിട്ട് ഇത്ര കാലം നിങ്ങൾ എവിടെയായിരുന്നു? 2013 മുതൽ 2026 വരെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. ഏകദേശം 13 വർഷം ഉണ്ടായിരുന്നു. ഈ 13 വർഷം എന്ന് പറഞ്ഞാൽ ഈ 13 വർഷത്തിനിടയിൽ എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ നിങ്ങൾ ചിന്തിക്കാതിരുന്നത്? എനിക്കൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണം. വി എസിൻ്റെ മരണശേഷം മാത്രം നിങ്ങൾ എന്തിനാണ് ഈ യു ഡി എഫ് എന്ന് പറയുന്ന ഒന്നിലേക്ക് നിങ്ങൾ ചേക്കേറുന്നത്? എന്നിട്ടിപ്പോൾ പറയാം ഞാൻ കോൺഗ്രസിൽ അംഗത്വം എടുക്കില്ല. വേണ്ടെന്നേ, ഞാൻ യു ഡി എഫിൻ്റെ സ്വതന്ത്രനായി മത്സരിക്കാൻ പോവുകയാണ് എന്നല്ലേ നിങ്ങൾ നടത്തുന്ന പ്രഖ്യാപനം? ആരൊക്കെ ആയിരിക്കും ഇവിടെ എൽ ഡി എഫിനെ തുറന്നു നിന്നുകൊണ്ട്, എൽ ഡി എഫിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് വി എസ് ഉള്ള കാലം അത്രയും കിട്ടാവുന്നിടത്തോളം ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ യു ഡി എഫിൻ്റെ പാളയത്തിലേക്ക് പോവുകയല്ലേ? എല്ലാവരും ചെയ്യുന്ന ഇത് തന്നെയാണ്. കിട്ടാവുന്നിടത്തോളം ആനുകൂല്യങ്ങളും കിട്ടാവുന്നിടത്തോളം എല്ലാ നേട്ടങ്ങളും ഒരു മുന്നണിയിൽ നിന്നുണ്ടാക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നുണ്ടാക്കും. ഏറ്റവും ഒടുവിലാണ് ആ പാർട്ടി കൊള്ളരുതാത്ത പാർട്ടിയാണെന്ന് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട്, അല്ല അങ്ങനൊരു ഒരു ഇമ്പാക്റ്റ് പൊതുജനങ്ങൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങുന്നു. ഇപ്പോൾ സി പി എം തീരുമാനിക്കുന്നു വി എസിൻ്റെ മകൻ വി അരുൺകുമാറിനെ അവിടെ മത്സരിപ്പിക്കണമെന്ന് തീരുമാനം എടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥി ആവില്ല. അവിടെയും എന്താണ് ഇവിടെ ഒരു സെൻറ്റിമെൻ്റൽ വർക്കൗട്ടാണ് നടക്കുന്നത്. ഞാൻ വി എസിനെ അത്രമാത്രം സ്നേഹിക്കുന്നു, വി എസിൻ്റെ മക്കൾ എനിക്ക് സഹോദര തുല്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നൊരു തോന്നലുണ്ടാക്കുന്ന തരത്തിൽ അവിടെയും നിങ്ങൾ ഒരു ഓവർ സെൻറ്റിമെൻറ്റ്സ് കളിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് കണ്ടില്ലേ? അയ്യോ പാവം അയാൾ കാണിക്കുന്നത് കണ്ടില്ലേ? അയാൾ വി എസിൻ്റെ മകൻ നിന്നപ്പോൾ ആ സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞ് വി അരുൺകുമാറിനെ ജയിക്കാൻ വേണ്ട വഴി ഒരുക്കി കൊടുത്തു അല്ലെ? അത്രയ്ക്ക് പാർട്ടിയോട് കൂറുള്ള ഒരാളാണ് എ സുരേഷ് എന്നുള്ള പ്രശസ്തി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെയാണോ നടത്തുന്നതെന്ന് അറിയില്ല. എങ്കിൽ തന്നെയും നിങ്ങളൊന്നുകൂടി ആലോചിക്കേണ്ടത് വേറൊന്നുമല്ല. നിങ്ങൾ നിന്ന പ്രസ്ഥാനം വി എസ് അച്യുതാനന്ദൻ പോലും പൊറുക്കില്ല. സത്യത്തിൽ വി എസിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ വി എസ് ഒരു ഒറ്റുകാരനായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും അദ്ദേഹം പാർട്ടിയെ ഒറ്റുകൊടുത്തിട്ടില്ല. സ്വന്തം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പോലും മാറി നിന്നിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം മറ്റൊരു പാർട്ടിയിലെ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വി എസ് അച്യുതാനന്ദൻ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ധൈര്യമായി തുറന്നു പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ പാർട്ടി മാറുന്നു, എനിക്ക് കോൺഗ്രസിലേക്ക് ഞാൻ അംഗത്വം എടുക്കാൻ പോകുന്നു എന്ന് വി എസ് അച്യുതാനന്ദൻ വെറുതെ ഒരു സൈഡിൽ ഇരുന്ന് മൂളിയാൽ മതിയായിരുന്നു. വി എസിനെ കൊത്തിയെടുത്തുകൊണ്ട് പറക്കാൻ 4 വശത്ത് നിന്നും കോൺഗ്രസിൻ്റെ കഴുകപ്പടകൾ ഇറങ്ങിയേനെ.
അവർ വന്നിട്ട് വി എസിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി തന്നെ വി എസിനെ അവർ അവരോധിക്കുകയും ചെയ്തേനെ. പക്ഷേ എന്നിട്ട് പോലും, അതറിയാമായിരുന്നിട്ട് പോലും സ്വന്തം പാർട്ടിയെ ഒറ്റുകൊടുക്കുന്നതിനോ സ്വന്തം പാർട്ടിയെ തള്ളിപ്പറയുന്നതിനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഏതൊരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഔദ്യോഗിക അല്ലെങ്കിൽ പാർലമെന്ററി പക്ഷവും ഔദ്യോഗിക പക്ഷവും തമ്മിൽ പല ഘട്ടങ്ങളിലും പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആശയപരമായ ഭിന്നത എല്ലാ കാലത്തും പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ ആ വിഭാഗീയതയ്ക്ക് കൂട്ടുവയ്ക്കുകയായിരുന്നില്ല വേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സുരേഷ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക നല്ലതാണ്. അവിടെ ഇനി എന്തൊക്കെ നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും പാർട്ടി ജയിക്കണമെന്ന് തീരുമാനിച്ചാൽ പാർട്ടി വോട്ടുകൾ മാത്രം മതിയാവും. നിങ്ങൾക്ക് അപ്പോഴും ഒരു പേര് കിടക്കും, നല്ല ഒന്നാം തരം ഒരു ഒറ്റുകാരൻ എന്നുള്ള പേര് സുരേഷിന് കിടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.